ഒരു നഗരം ഭയങ്കര വറുതിയിലാണ്. ഷോപ്പുകളൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നു, കച്ചവടം നടക്കണില്ല, പട്ടിണിയാണ്, ആകെ പ്രശ്നമാണ്. പെട്ടെന്ന് അവിടുത്തെ ഒരു ഭയങ്കര പ്രമുഖമായൊരു കാറ് കമ്പനി ഭയങ്കര ഡ്രീം ആയിട്ടുണ്ടാക്കി വെച്ച ഒരു കാറ് അത് ബുക്ക് ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നു. അപ്പോൾ അവിടുത്തെ എല്ലാ സ്റ്റാഫും ഓടിക്കൂടി കൈയെടുത്തു, ജ്യൂസ് കൊടുത്തു, അയാളെ സൽക്കരിച്ചു, സ്വീകരിച്ചു. സംഭവമായി. അയാൾ പറഞ്ഞു, ഞാൻ വൈകുന്നേരം വരാം, കാർ സെറ്റാക്കി വെച്ചോളൂ എന്ന് പറഞ്ഞു. അയാൾ ബ്ലാങ്ക് ചെക്ക് കൈ കൊടുത്തു. എന്നിട്ട് അയാൾ പോയി. അപ്പോൾ കാർ കമ്പനിക്കാരന് ഭയങ്കര ആവേശമായി. അയാൾ ഭാര്യനെ വിളിച്ചു, ഞാൻ നിനക്ക് ഓഫർ ചെയ്ത വജ്രമാല ഞാൻ തരാം, വേറെ എന്തെല്ലാമാണ് വേണ്ടത്. അപ്പോൾ ഭാര്യ ഒരു വലിയ ലിസ്റ്റ് കൊടുത്തപ്പോൾ ഭാര്യ എന്നെയും കൂടിയും കൂട്ടിയിട്ട് അയാൾ അവിടുത്തെ ഏറ്റവും വലിയ ഗോൾഡ് ബിസിനസ് നടക്കുന്ന മാർക്കറ്റിൽ ചെന്നു. അപ്പോൾ നീണ്ട ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഒരാൾ വരികയാണ്. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ സ്വർണ്ണക്കടി കയറുന്ന ആളുകൾക്കൊരു പ്രശ്നമാണ്. ഇവിടെ പെരിന്തൽമണ്ണന്നൊരു കുട്ടി എന്നെ വിളിച്ചിരുന്നു, നിങ്ങൾക്ക് സ്വർണം വേണ്ടേ അതൊക്കെ ചോദിച്ചിട്ട്. മളെ വേണം, ഒരുപാട് സ്വർണം വേണം, വെറുതെ തരുമോ എന്ന് ചോദിച്ചു. മനസ്സിലായില്ലേ? അല്ല, അങ്ങനെയല്ല, ഞാൻ എന്താ ഒരു പുതിയ പരിപാടി തുടങ്ങുന്നുണ്ട്, ബാങ്ക് കവർച്ച, അതിൻ്റെ ശേഷം വരാമെന്ന് പറഞ്ഞു. ഒക്കെ കഴിഞ്ഞപ്പോൾ ചോദിച്ചു, സാർ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഏതായാലും ഈ സ്വർണ്ണക്കച്ചവടക്കാരൻ്റെ സ്റ്റാഫൊക്കെ കൂടെ വന്ന് ഈ ദമ്പതിമാരെ സ്വീകരിച്ച് വജ്രമാല വേഗം കൊടുത്ത് ചെറിയൊരു റിഡക്ഷൻ കൂടിയും കൊടുത്ത് ഒരു വലിയ പർച്ചേസ് നടത്തിയപ്പോൾ സ്വർണ്ണ മാർക്കറ്റിൻ്റെ മുതലാളി സ്റ്റാഫിനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ കരുതി വെച്ച ഒരു തുകയുണ്ടായിരുന്നു, ആ തുക എനിക്ക് തരാൻ പറ്റിയിട്ടില്ല ഇതുവരെ. ഇന്നൊരു നല്ല കച്ചവടം, ജന്മം കണ്ടതിലെ വലിയൊരു കച്ചവടം നടന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഓഫറൊന്ന് ഞാൻ തരാം. അപ്പോൾ എല്ലാവരും അത് കിട്ടിയപ്പോൾ ഓരോരുത്തരും വീട്ടിൽ വിളിച്ചു, എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ കുട്ടികളൊന്നും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയാണ്. മീൻ മാർക്കറ്റിലേക്ക് പോയി, മാംസ മാർക്കറ്റിലേക്ക് പോയി, പലയിടത്തും ആളുകൾ പോയി. അവിടെയൊക്കെ കംപ്ലീറ്റ് ചലിച്ചു, എല്ലാ സ്ഥലവും ചലിച്ചു. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഈ കാർ ഓഫർ ചെയ്ത ആളുണ്ടല്ലോ, കാറ് വാങ്ങാൻ വരാം, ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട അയാളെ വിളിച്ചപ്പോൾ അയാളെ കിട്ടണില്ല. കുറേ നേരം കഴിഞ്ഞ് ഫോൺ എടുത്തത് വേറെ ആളാണ്. ഹലോ, ഇന്ന ആളല്ലേ എന്ന് വെച്ചു. അല്ല, ഇത് മാനസികാരോഗ്യ കേന്ദ്രമാണ് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ മാനസികാരോഗ്യ കേന്ദ്രത്തിലുണ്ടായിരുന്ന ഒരു ഭ്രാന്തൻ അയാൾ സെല്ലിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിൻ്റെ ചെക്ക് കൊടുത്തിട്ട് ഓടി വന്നതാണ് കേട്ടോ. അപ്പോൾ അതോടുകൂടെ ഇയാളെന്ത് ചെയ്തു, സ്റ്റക്കായി. പക്ഷേ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇയാളുടെ കാർ ഷോപ്പിലേക്ക് ഇങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങി, കാർ എടുക്കാനോ ആക്സസറീസ് എടുക്കാനൊക്കെ. സാധാരണ ഈ ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ അത് മൂവ് ചെയ്യാൻ എന്താണ് സംഭവിക്കേണ്ടതെന്നുള്ളതിലേക്ക് പറയുന്നൊരു ഉദാഹരണമാണിത്. ഒരു ബിസിനസ് സ്ട്രാറ്റജിയിൽ അങ്ങനെ കേട്ടതാണ് ഞാൻ. അങ്ങനെ ഒരു ചില ടോക്കുകൾ കേൾക്കാൻ ശ്രമിച്ചപ്പോൾ കേട്ടതാണ്. അപ്പോൾ സത്യത്തിൽ പണമുള്ളവർ പണം അതിൻ്റെ കൃത്യതയോടുകൂടെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടും. നമ്മുടെ രാജ്യത്തൊക്കെ 2-3 മുതലാളിമാരെ അക്കൗണ്ടിലേക്കാണ് പൈസ ഫുള്ള് പോണത്. ഒരു ജനങ്ങളിലേക്ക് പൈസ എത്താത്തതുകൊണ്ടാണ് ഈ ക്രൈസിസൊക്കെ. നോർമലി ഇത് മനുഷ്യന്മാരുടെ കയ്യിലേക്ക് പണം എത്തുകയാണെങ്കിൽ, ക്യാഷ് എത്തുകയാണെങ്കിൽ ആളുകൾക്ക് ആവശ്യമുണ്ടാകും, മാർക്കറ്റുകൾ സജീവമാകും. അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ളത് പിടിച്ചു വെക്കണ്ട, നമ്മുടെ അടുത്തുള്ളത് അർഹമായ തോതിൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കും തിരിച്ച് കിട്ടുക, റിട്ടേൺ കിട്ടുക. ആ ഒരു ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. പണം ആവശ്യത്തിന് ചിലവാക്കണം, പണം പിശുക്കി എടുത്തു വയ്ക്കരുത്, പണം അനാവശ്യത്തിന് ചിലവാക്കുകയും ചെയ്യരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോധ്യത്തോടു കൂടെയുള്ള സാമ്പത്തിക ഇടപാടുകൾ വേണം എന്നൊരു മെസ്സേജാണ് പറയാൻ ശ്രമിച്ചത്. ഈ പണം കെട്ടിക്കിടക്കുമ്പോൾ ആ വ്യക്തിക്കും അതുകൊണ്ട് ഗുണം ലഭിക്കാതെ പോകുന്നു, മറ്റുള്ള ആളുകൾക്കും ഗുണം ലഭിക്കാതെ പോകുന്നു. എന്നാൽ സാധാരണക്കാരായ ആളുകളിലേക്ക്, ഓരോ വ്യക്തികളിലേക്കും പണം കയ്യിലെത്തുമ്പോൾ അത് മാർക്കറ്റിലിറങ്ങി അതിൽ സമ്പന്നനായ വ്യക്തിക്കും അതിൽ വീണ്ടും വളർച്ചയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ പണം വെറുതെ കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, ചെലവഴിക്കുക എന്നുള്ളത്. ഒരിക്കലും വിശുദ്ധ ഖുർആൻ്റെ ഒരു നിർദ്ദേശം, നിങ്ങൾ അമിതമായി ചെലവഴിക്കരുത്, അനാവശ്യമായി ചെലവഴിക്കരുത്. അത് ആവശ്യമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി 1 രൂപ ചെലവാക്കിയാലും അത് അനാവശ്യമാണ്, അത് തബ്ദീറാണ്, അത് ദുർവ്യയമാണ്. എന്നാൽ പിടിച്ചു വെക്കും ചെയ്യരുത്, അമിതമായി ചെലവഴിക്കും ചെയ്യരുത് എന്നുള്ള നിർദ്ദേശം. മറിച്ച് അതിനിടയിലുള്ള ഒരു മധ്യമ നിലപാടാണ് യഥാർത്ഥത്തിൽ ഒരാൾക്ക് വേണ്ടത്.